ഈ ചേട്ടൻ ഒരു 6-7 കിലോമീറ്റർ 10 കിലോമീറ്റർ അകലെ നിന്നാണ് പ്രാർത്ഥിക്കാനായിട്ട് താഴെ വന്നത്. അപ്പോൾ ചേട്ടൻ വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചേട്ടന് മാരകമായ രോഗമായിരുന്നു. ആ മാരക രോഗം കർത്താവ് സുഖപ്പെടുത്തി. ആ രോഗം വന്നപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടുത്തെ ആളുകൾ പറഞ്ഞു, അച്ഛനൊന്ന് പോയി കാണുക. എന്നെ കാണാൻ വന്നു. ഞാൻ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നെയല്ല കാണേണ്ടത്, ചേട്ടൻ ശുശ്രൂഷയിൽ വന്ന് ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുക, കുർബാന, ആരാധന, അതിനുശേഷം കൗൺസിലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഷെയറിംഗ് ഉണ്ട്. ആ മേഖലയിലേക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ഈശോയുടെ അടുത്ത് വന്ന് ഈശോയോട് പരാതി പറഞ്ഞു. ഹല്ലേലൂയ. ഈശോയുടെ കാര്യം പറഞ്ഞിട്ട് ആ ഈശോ എന്ത് മേഖലയാണ് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമെന്ന് ഈശോ അത് തെളിയിച്ച് തരണം. ആ തെളിയിച്ച് തന്നാൽ മാത്രമേ എനിക്കോ അല്ലെങ്കിൽ സിസ്റ്റർമാർക്കോ ഇത് എന്താണെന്ന് പറയാനും ആ വരുന്ന മേഖല എങ്ങനെ ഇല്ലാതാക്കി മാറ്റാമെന്നും പറയും. ആ സഹോദര ഇതിൽ വന്ന് പങ്കെടുത്തു, സിസ്റ്ററുടെ പങ്കെടുത്തു, എന്നെ കണ്ടു, സിസ്റ്റർമാരെ കണ്ടു, വീണ്ടും വന്നു. ഇങ്ങനെ ഒരു 7-8 തവണ കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ കൊണ്ടുപോയി ഈ ശരീരം ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം അത്ഭുതകരമായിരുന്നു. ആ ശരീരത്തിലുണ്ടായ ആ മാരക രോഗാണു, ക്യാൻസറിൻ്റെ രോഗാണു ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമായി. അപ്പോൾ ആ സഹോദരൻ പിന്നെ ചെയ്തൊരു കാര്യമാണ്, ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ 8 തവണ വന്നു പ്രാർത്ഥിച്ചു, രോഗം മാറി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേപോലെ രോഗികളായ അനേകർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ അടുത്തിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കൺവെൻഷൻ കാലഘട്ടങ്ങളിൽ ആളുകൾ തടിച്ചു കൂടിയത് ഇന്നൊന്നുമില്ല, 2017 മുൻപാണ്. അതെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ജോലിയില്ല, വരിക പ്രാർത്ഥിക്കുക, ജോലി കിട്ടി പോകുന്നു. പിന്നെന്താ? മകൻ്റെ കല്യാണം നടക്കുന്നില്ല, വരിക പ്രാർത്ഥിക്കുക, കല്യാണം നടക്കുന്നു. പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യം നടക്കുന്നുണ്ട്, പക്ഷേ ഈ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല. ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ പോയി പ്രാർത്ഥിച്ചു, കാര്യം നടന്നു, പിന്നെ തോൽവി സംഭവിക്കുക, പിന്നത്തെ കാര്യം നടക്കുന്നില്ല, ആ തോൽവിയാണല്ലോ. ആ തോൽവി വരുമ്പോൾ വീണ്ടും ധ്യാന കേന്ദ്രത്തിലേക്ക് വരിക. ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ഈ ഉദ്ദിഷ്ട കാര്യം എനിക്ക് സാധിച്ചു കിട്ടണം. ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കിട്ടുന്ന സ്ഥലമല്ല പള്ളി. പള്ളി എന്ന് പറഞ്ഞാൽ അത് ആരാധിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സഹോദരനോടെയും പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സഹോദരൻ ഇവിടെ കുർബാനയ്ക്ക് വരും, കുർബാന കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തുടങ്ങാൻ പോയി. കഴിഞ്ഞ ദിവസം വീണ്ടും സഹോദരൻ പറയാണ്, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം അച്ഛൻ പ്രാർത്ഥിക്കണോട്ടോ. കാരണം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയും ഭയവും ഉണ്ടാകും. ടെസ്റ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ രോഗാണുക്കൾ ശരീരത്തിൽ ഇല്ല, അത് അപ്രത്യക്ഷമായി.